SDPI UDF പിന്തുണ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് ഗുണം ചെയ്യുന്നത് ആർക്കാണ്? കെ സുരേന്ദ്രനാണ്. അപ്പോൾ അതെന്താണ്? ആ ഒരു ഇക്വേഷൻ എന്താണ്? അവിടെ SDPI വോട്ട് പിടിച്ചാൽ അവിടെ കുഴപ്പം സംഭവിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കാണ്. അപ്പോൾ അവിടെ ഗുണം കിട്ടുന്ന ആർക്കാണ്? കെ സുരേന്ദ്രനാണ്. അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് BJPയെ എതിർക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നാണ്. എന്താണ് SDPIക്ക് ഇപ്പോൾ BJPയുമായിട്ട് അങ്ങനെ ഒരു മൃദു സ്വഭാവം വന്നിട്ടുണ്ടോ? അല്ല, SDPI മത്സരിക്കുന്ന അവർക്ക് വോട്ട് കിട്ടാനായി, അതും BJP ആയിട്ട് എന്താ ബന്ധം? ഞാൻ പറഞ്ഞു, ഈ ഒവൈസിയുടെ പാർട്ടിയെ പോലെ അങ്ങനെ ഒരു B ടീം എന്ന രീതിയിലേക്ക് വരും. അങ്ങനെയൊന്നുമില്ല. SDPI എന്നും എതിർക്കുന്നത് BJP തന്നെയാണ്, ശക്തമായിട്ട് എതിർക്കുന്നത് BJP തന്നെ. SDPI നടത്തിയ പ്രകടനങ്ങളിലും ഒക്കെ ഉണക്കുന്ന മുദ്രാവാക്യം BJPക്ക് എതിരായിട്ടാണ്. അവരും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയ ആരാണ്? SDPI ആണ്. അതുപോലെ തന്നെ ഭീഷണി മുഴക്കിക്കൊണ്ട് മലപ്പുറത്തും മറ്റുമൊക്കെ അടുത്ത കാലത്ത് പ്രകടനം നടത്തിയ ആരാണ്? അവരുടെ നോട്ടപ്പുള്ളി, അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJP ആണ്. കാരണം എന്താണ്? BJP ആണ് ഇവിടെ വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു വർഗീയ കലാപം പോലും ഇന്നേരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഉണ്ടാകാത്തത്? കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വർഗീയ കലാപങ്ങളോട് കലാപമായിരുന്നു. എന്താ ഇപ്പോൾ ഉണ്ടാകാത്തത്? എന്താ? കാരണം വർഗീയതയോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ശക്തരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ട് കേരളത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വർഗീയ കലാപം ഉണ്ടല്ലോ. ആ വർഗീയ കലാപത്തെ അവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലേ? വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ടിലില്ലേ തലശ്ശേരി കലാപത്തെ അവർക്ക് പങ്കിടുന്നുണ്ടല്ലോ. ഇല്ലേ? മാറാട് അതേക്കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ അവരുടെ പേര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. AK ആന്റണി നിയമസഭയിൽ എഴുതി കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട്, ഓരോ വർഗീയ കലാപത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണ കമ്മീഷനുകൾ പറയുന്നുണ്ട്. പക്ഷേ BJPയെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അതേക്കുറിച്ച് എന്താ പറയാ? ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി UDF ബന്ധത്തെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു CPM-ഉം LDF-ഉം. ഇപ്പോൾ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയതായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ഡീൽ ആരോപണത്തിലേക്ക് അവർ വന്നു. ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ചങ്ങാത്തം എന്ന് പറയുന്ന ഒരു ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഈ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു ആഗോള ഗൂഢാലോചന. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു ആഗോള ഗൂഢാലോചന ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ, ശിഥിലമാക്കാൻ, ഛിന്നഭിന്നമാക്കാൻ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ അന്തർദേശീയ തലത്തിൽ ഉള്ളൊരു പ്രസ്ഥാനമാണ്. അവർക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ ഈ ഭാരതത്തിൽ കൂട്ടുകൂടി അത് കേരളത്തിലും ഇവിടെ കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ LDF ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എതിർത്ത പോലെ ആ ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡീൽ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പ്രധാന അജണ്ടയായിട്ട്. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറെ നിയോജകമണ്ഡലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിന്റെ കുന്തമുന ഒന്ന് ഒടിച്ചാൽ, മയപ്പെടുത്തിയാൽ, ഇനി വേറെ വല്ല സ്ഥലത്ത് പിന്തുണ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾക്ക് ജയിക്കാൻ അവിടെ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ പങ്കുവെക്കലാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ചിടത്തോളം വളരെ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇതൊരു ആദർശ രാഷ്ട്രീയമാണ്. ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കും. ഈ സഖ്യകക്ഷികൾ കൂടുതലായി വന്നത് ഏത് രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ്. പക്ഷെ അതൊരു ഗുണത്തേക്കാൾ ഏറെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും മത്സരിക്കാൻ മണ്ഡലം തേടി നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആറന്മുളയിൽ തന്നെ താങ്കളുടെ പേര് ഏറ്റവും അവസാനമാണ് വന്നത്. രമേശിനെ പോലുള്ളവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അല്ല, സീറ്റ് കിട്ടാഴിയൊന്നും ഇല്ലാത്തല്ലേ. നിങ്ങൾ LDF-നെയും UDF-നെയും പോലെയാണ് BJP NDA കരുതുന്നത്. NDA വളരെ വ്യക്തമാണ്. അതിലെ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ കൊടുക്കണം. അങ്ങനെയാണല്ലോ ഒരു മുന്നണി മര്യാദ എന്ന് പറയും. ആ മുന്നണി മര്യാദ അങ്ങേയറ്റം പാലിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. NDAയിലുള്ള എല്ലാ ഘടകകക്ഷികളുടെയും ആവശ്യങ്ങളും അവർക്ക് വേണ്ടതും ഒക്കെ എന്താണെന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി അവർക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ കോന്നിയിൽ BJP ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ശക്തമാകാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡീൽ ആരോപണത്തിൽ നിന്ന് മുക്തി നേടാമോ? പറ്റുകയും ചെയ്യുമായിരുന്നു. കാരണം അവിടെ സുരേന്ദ്രൻ 39,000 വോട്ട് വരെ പിടിച്ചിട്ടുള്ളതാണ്. പക്ഷെ BDJS പറ്റുമോ? അത് പിന്നെ തീർച്ചയായിട്ടും സാധിക്കുമല്ലോ. BDJS എല്ലാവരും ഇപ്പോൾ വളരെ സജീവമാണ്. അവിടെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ കീഴ്ഘടകങ്ങളെല്ലാം അവർ ശക്തമാക്കി, ഊർജിതമാക്കി, പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല ഉന്മേഷമാണ്. ഇപ്പോൾ ആറന്മുളയിൽ തീർച്ചയായിട്ടും. ആറന്മുളയിൽ ഇവിടുത്തെ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നിലവിലുണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ. അദ്ദേഹം ഇവിടെ ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ആരുമായിട്ടാണ് മത്സരം? LDF-ഉമായിട്ടാണോ UDF-ഉമായിട്ടാണോ? രണ്ട് കൂട്ടരുമായിട്ട് മത്സരമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.